ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞങ്ങളും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ എൻ്റെ എല്ലാ ഡേയും ഒരുപോലെയല്ല കേട്ടോ. അങ്ങനെയുള്ള ഒരു ദിവസമാണ്, ഒരു ദിവസത്തെ ഫുൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവൻ തന്നെ കണ്ടു വെക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോലെ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ആ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും ഒന്ന് പ്രസ് ചെയ്തേക്കണേ. ഇന്നും നമ്മൾ വീട്ടിൽ നിന്നല്ലേ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇന്ന് നമ്മൾ ചുരത്തു നിന്നാണ് കേട്ടോ. നമ്മുടെ വയനാട് ചുരമല്ലേ, വയനാട്ടിലേക്ക് വരുന്ന ചുരമല്ലേ, താമരശ്ശേരി ചുരം. അവിടെ നിന്നാണ് ഞാൻ വീഡിയോ സ്റ്റാർട്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇത് രാവിലെ ഒരു 6:30, 6:30 7 മണി ആ ഒരു ടൈമാണേ. നമുക്ക് കോഴിക്കോട് അങ്ങനെയൊക്കെ ഒന്ന് രണ്ട് കല്യാണവും പരിപാടിയും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വന്ന് 2 ദിവസം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോകുന്ന വഴിയാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ടായിരുന്നു ചുരം രാവിലെ കാണാനായിട്ട്. നല്ല എന്താ പറയുക, ഫോഗും കാര്യങ്ങളൊക്കെ ആയിട്ട് സൂപ്പറായിരുന്നു. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. നല്ല രസമല്ലേ കാണാൻ. രാവിലെ തന്നെ നമുക്ക് നല്ലൊരു മൂഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഈ ഒരു എന്താ പറയുക, നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ കാണുന്ന സമയത്ത്. അങ്ങനെ ചുരത്തിൽ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ ഭംഗി ആസ്വദിക്കുക അങ്ങനത്തെ പരിപാടി ഇല്ല കേട്ടോ. നമ്മൾ ഇന്ന് വരെ അങ്ങനെ നിർത്തിയിട്ടേ ഇല്ല എന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇതാ നമ്മൾ വീട്ടിലൊക്കെ എത്തി. ഇനി റഫീഖയ്ക്ക് ഫുഡ് കൊണ്ടുപോകാനും ഒക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ 8 മണിക്ക് പോകണം എന്നാണ് പറഞ്ഞാൽ നമ്മൾ വീട്ടിലെത്തിയപ്പോഴത്തേക്കും 7:30 ആയിട്ടുണ്ട് കേട്ടോ. ഇനി വേഗം ഫുഡാക്കട്ടെ. ഒരു 8:30 ആകുമ്പോഴത്തേക്കും ഇറങ്ങണം കേട്ടോ. അരമണിക്കൂർ കൊണ്ട് എന്തായാലും കഴിയില്ല. പക്ഷെ ഞാൻ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഭയങ്കര ലാവിഷായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ലഞ്ച് കൊണ്ടുപോകുന്നതുകൊണ്ട്. പിന്നെ നമുക്കന്ന് ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കേട്ടോ. അതിലേക്ക് ഞാൻ വരാം. നമ്മുടെ മീൽ പ്രിപ്പും കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഉപ്പേരിക്ക് കട്ട് ചെയ്തത് മുരിങ്ങയിലുണ്ട്. പക്ഷെ മുരിങ്ങയിൽ ഉപ്പേരി റഫീഖയ്ക്ക് അത്ര താല്പര്യമില്ല, പ്രത്യേകിച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. ഞാൻ വീട്ടിലുള്ളപ്പോൾ കഴിച്ചോട്ടേ എന്ന് വിചാരിച്ചിട്ടുണ്ടാക്കുവേ. പക്ഷേ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കാൻ കഴിയില്ലല്ലോ, ഇഷ്ടമില്ലാത്തത് കൊണ്ട്. അപ്പം ഞാൻ തക്കാളി വെച്ചിട്ടൊരു കറി, ഒരു വരട്ടില്ലേ, അത് ഉണ്ടാക്കുന്നുണ്ട്. വരട്ടല്ല, ജെർഫിയെ കുറച്ച് ഇത് ഗ്രേവിയോടെ വേണ്ടി വരും. അപ്പോൾ അതിനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചു. പിന്നെ ചിക്കൻ നമ്മൾ വരുമ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു. അതിന് ശേഷമാണ് കേട്ടോ ഞാനിപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ ആക്കേണ്ടതായിട്ടുണ്ട്. നല്ല ധൃതിയിൽ തന്നെയാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കടായിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. അതിനുശേഷം നമ്മുടെ തക്കാളി, പച്ചമുളക്, എൻ്റെ അടുത്ത് കാന്താരി ഉണ്ടായിട്ടുണ്ടായിരുന്നേ, വെളുത്തുള്ളി കട്ട് ചെയ്ത് ഇതെല്ലാം ഇട്ട് കൊടുത്തു. വെളുത്തുള്ളി ഇല്ലേ, നമ്മളിങ്ങനെ എണ്ണയിലേക്ക് ആദ്യം ഒന്ന് ഇട്ടിട്ട് ജസ്റ്റ് ഒരു ഫ്ലേവർ ഇറങ്ങിയതിന് ശേഷം തക്കാളി ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എനിക്കിപ്പോൾ അതിനൊന്നും സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മൊത്തത്തിലാട്ടോ ഇട്ട് കൊടുത്തത്. പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളീൻ്റെ കൂടെ ചെറിയ ഉള്ളി, നമ്മൾ കൊച്ചുള്ളി, അതും കൂടെ കട്ട് ചെയ്തിട്ടാലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി തക്കാളി ഒന്ന് വഴന്ന് വരട്ടെ. ഒരു കല്ലപ്പുള്ള ഒരു എന്താ പറയുക, ഒരു കട്ടിയുള്ള തക്കാളി കേട്ടോ. അത് സോഫ്റ്റായിട്ട് വരാൻ കുറച്ച് പാടായിരിക്കും. എന്തായാലും ലോ ഫ്ലെയിമിലൂടെ അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഞാൻ പറഞ്ഞില്ലേ, ചിക്കൻ കഴുകിയിട്ട് വെള്ളം വരാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് റഫീഖയ്ക്ക് ഒരു 4-5 പീസൊന്നും പൊരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഇതാ കടായിലേക്ക് എണ്ണയും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ചിക്കനിൽ മസാല വെക്കാനൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഫ്രൈ ആക്കിയിട്ട് എടുക്കുകയും വേണം. ഞാൻ ചിക്കൻ വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞത് ഫ്രിഡ്ജിൽ ഒന്നുമില്ല കേട്ടോ, ഫ്രീസറിൽ. പിന്നെ ഫ്രീസറായത് നമുക്ക് തണുപ്പ് വിടാനോ ടൈമും ഇല്ല, ഒന്നുമില്ല. മീനും അങ്ങനത്തെ ഒന്നുമില്ല. പക്ഷേ മീനൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് ക്ലീൻ ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ല. അപ്പോൾ ചിക്കനാണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്താൽ എന്തെങ്കിലും ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് ലഞ്ച് കഴിക്കാമല്ലോ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ. ഇനി ഒരു കോമൺ മസാല, ഞാൻ എപ്പോഴും ഫ്രൈ ആക്കുന്നൊരു മസാല, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാലപ്പൊടി, ഒരു പിഞ്ച് വലിയ ജീരകം ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഞാൻ പറഞ്ഞില്ലേ. പിന്നെ കുറച്ച് ഒരു 1/2 ടീസ്പൂണല്ല കോൺഫ്ലോറും കൂടെ ഇട്ട് കൊടുക്കുക. അത് ആ മസാലയൊക്കെ ഒന്ന് അതിൽ ചിക്കനിൽ തന്നെ കോട്ട് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടാട്ടോ. ഇല്ലെങ്കിൽ നമ്മളെ എണ്ണയിലേക്ക് അതിങ്ങനെ മസാല ഇറങ്ങി ആ ഒരു എന്താ പറയുക, മസാല ഇങ്ങനെ പൊതിഞ്ഞിരിക്കില്ല നമ്മളെ ചിക്കനിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് പെരക്കിയെടുക്കുക. കുറച്ച് ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് എടുക്കുക കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട്. അത്രയേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഉണ്ടാക്കുന്നൊരു ചിക്കൻ ഫ്രൈ തന്നെയാണ് കേട്ടോ ഇത്. എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും. ഞാൻ കാണിച്ചു പോകുമ്പോൾ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയി എന്ന് മാത്രം കേട്ടോ. അപ്പോൾ നമ്മളെ തക്കാളി ഞാൻ വർക്ക് ഏരിയയിൽ ഗ്യാസിലേക്ക് മാറ്റി നല്ല ലോ ഫ്ലെയിമിൽ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു കല്ലപ്പുള്ള തക്കാളിയാണ്. മാക്സിമം അതൊന്ന് കുക്കായിട്ട് വരട്ടെ എന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും നമ്മളെ എണ്ണയെല്ലാം ചൂടായിട്ട് വന്നു. ഞാൻ നമ്മളെ റൈസ് ബ്രാൻ ഓയിലില്ല, അതാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഓയിലിൻ്റെ ആവശ്യത്തിന് മാത്രം, അല്ലെങ്കിൽ ഫുൾ കുക്കിങ്ങിന് വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യൽ. ചിലതിന് നമുക്ക് ഓയിൽ വേണ്ടി വരില്ലേ, അപ്പോൾ മാത്രം റൈസ് ബ്രാൻ ഓയിലാണ് യൂസ് ചെയ്യുന്നത്.
പിന്നെ നമ്മൾ ചിക്കനൊക്കെ ഫ്രൈ ആകുമ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ചിക്കൻ ഇട്ട് കൊടുത്തിട്ടും 1 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. എന്നാലാണ് ആ ചിക്കൻ അടിയിലൊന്നും പിടിക്കാതെ മസാലയൊന്നും അതിലിങ്ങനെ ഇളകി പോകാതെ ചിക്കനിൽ തന്നെ നിന്ന് പെട്ടെന്ന് തന്നെ ചിക്കൻ ആയി കിട്ടുകയും ചെയ്തു കേട്ടോ. അതിനുശേഷം ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെ തക്കാളി ഭയങ്കര ഉടയലൊന്നും ഉടഞ്ഞിട്ടില്ല, നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ചെറുതായിട്ടൊന്ന് ഇതായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി കുറച്ച് മതി കേട്ടോ. ഇട്ടിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഞാൻ അധികം ഫുഡിൽ മഞ്ഞൾപ്പൊടി ഇടാറുണ്ട്. അതും കൂടെ ചേർത്ത് കൊടുത്തു. അത്രയേ ഉള്ളൂ മസാല. അതൊക്കെ നമുക്ക് എത്രയാണോ കറി വേണ്ടത് അതിനനുസരിച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയിലൊക്കെ വ്യത്യാസം വരുമേ. ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ചിലർ കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കും, ഞാൻ സാധാ വെള്ളം തന്നെയാണ്, എനിക്ക് അതാണ് ഇഷ്ടം. അതും കൂടെ ഒഴിച്ച് കൊടുക്കുക, തിളപ്പിച്ചെടുക്കുക. നമുക്ക് ഇഷ്ടത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. കുളിച്ചിട്ട് അതിലേക്ക് വെക്കാൻ കഴിയില്ല. നാടൻ തക്കാളി അല്ലേ പറഞ്ഞേ? അത് നല്ല പുളിയായിരിക്കും, നിങ്ങൾക്ക് കഴിക്കാൻ കഴിയില്ല. മാക്സിമം കുറച്ചിട്ടുണ്ട്. ലൂസ് വേണോ റഫിക്ക? ലൂസായിട്ട് വേണോ തക്കാളി? അത്ര ഉടയുള്ളൂ. അല്ല, ഇത്ര ഇങ്ങനെ ലൂസായിട്ട് വേണം. ഇത്ര പറയാം. അല്ലല്ല, തക്കാളി വരട്ടിയത് മാത്രം. കളി മാത്രം. അല്ല, നിങ്ങളെ പാത്രത്തിൽ ബോക്സിൽ ടിഫിന് ഇല്ലല്ല, ഞാൻ കറിയാക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ സെറ്റാണ്. നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് കുറച്ച് മല്ലിയില, റഫീഖയ്ക്ക് മല്ലിയിലയോ അല്ലെങ്കിൽ നമ്മളെ പുതിനയിലയില്ലേ അത് ഇട്ട് കൊടുക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഇട്ട് കൊടുക്കുന്നത് എല്ലാവർക്കും ഫ്ലേവർ ഇഷ്ടപ്പെടില്ല കേട്ടോ, നമുക്കിവിടെ ഇഷ്ടമാണ്. ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ ചോറ് കുക്കറിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റിൽ തന്നെ കിച്ചണിലേക്ക് വന്ന് കയറിയപ്പോൾ തന്നെ ഞാൻ വേഗം ചോറിന് അരിയിട്ടിട്ട് ഒരു വിസിലടിച്ചിട്ട് ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഇതാ ചോറ് വെന്ത് കിട്ടും. അതൊന്ന് വെള്ളം വാർന്ന് ഒക്കെ ആ ഒരു ടൈം നമുക്ക് വെയിറ്റ് ചെയ്യാനുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആദ്യം അതങ്ങ് ചെയ്തു കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരു കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേഗം പരിപാടി ആയി കിട്ടും. പിന്നെ ഇനി അത് റെഡി ആയിട്ട് വരട്ടെ. ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ ആക്കിയിട്ടേ ഇല്ല. കാര്യം നമ്മൾ വരുന്ന വഴിക്കേ ഒരു രണ്ടാളും ഓരോ നെയ്പ്പത്തിരി, കട്ടിപ്പത്തിരി ഇല്ലേ, നമ്മൾ വയനാടൻ പത്തിരി എന്നൊക്കെ പറയുന്ന കട്ടിയുള്ള നെയ്പ്പത്തിരി, അതെല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ല, ഇനിയിപ്പോൾ കഴിക്കാണ്ട് പോയാലും വലിയ പ്രശ്നമൊന്നും ഇല്ല. സമയമുണ്ടെങ്കിൽ എന്തെങ്കിലും ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ ഞാൻ സമയമുള്ളതിനനുസരിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. കാരണം ലഞ്ചാണല്ലോ നമുക്കിപ്പോൾ മെയിനായിട്ടും എന്തായാലും അതാണല്ലോ വേണ്ടത്. അപ്പോൾ അത് വേഗം ആക്കിയെടുത്തതാണ്. അപ്പോൾ നമ്മൾ ലഞ്ചിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് ടൈമുണ്ട്. റഫീഖ കുളിക്കുന്നൊക്കെ ഉള്ളൂ കേട്ടോ. പിന്നെ വാവ വീട്ടിലില്ല കേട്ടോ. നമ്മൾ പോയപ്പോൾ കൽപ്പറ്റേനുള്ള പെങ്ങളെ വീട്ടിലേക്ക് ആക്കി കൊടുത്തതാണ്. ഇനിയിപ്പോൾ ഇന്ന് വരും, കുറച്ച് സമയം കഴിഞ്ഞാൽ വരും. വേറൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയം കൊണ്ട് റഫീഖ മുറ്റം ചുറ്റിലും അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെനിക്ക് ഭയങ്കര ഹെൽപ്പായി. അപ്പോൾ ഇതതിന് പഴവും എഗ്ഗൊക്കെ ഒന്ന് വേവിച്ചെടുക്കട്ടെ. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് മുറ്റടിക്കൽ നിർബന്ധമാണ് കേട്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മുന്നത്തെ നിഷേൻ്റെ മോള് ഷാനുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് കേട്ടോ. എനിക്ക് മൈലാഞ്ചിട്ട് തരുന്ന കുട്ടിയില്ലേ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ ആയിരിക്കും. അപ്പോൾ ഷാനുവിൻ്റെ എൻഗേജ്മെൻ്റ് ആണ് ഇന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ നേരത്തെ വന്നും. റഫീഖ ഡ്യൂട്ടി ഉണ്ട്, അത് വേറൊരു കാര്യം. പിന്നെ അപ്പോൾ എനിക്ക് റഫീഖാനെ വിട്ടിട്ട് വേണം അവിടെ കയറാൻ വേണ്ടിയിട്ടേ. റഫീഖ ഉണ്ടാവില്ല, കാര്യം എന്താ പറയുക, ഉച്ചയ്ക്ക് ഇറങ്ങാൻ കഴിയില്ല, ഡ്യൂട്ടി തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ്. അപ്പം ഞാനെന്തായാലും അങ്ങോട്ട് പോകും. വാവ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരും കേട്ടോ. അപ്പം ഞങ്ങൾ രണ്ടാളും കൂടെ അങ്ങോട്ട് പോകുന്നതാണ് വിചാരിക്കുന്നത്. അപ്പം തന്നെ എനിക്ക് റഫീഖാനെ വിട്ടിട്ട് ഞാൻ മുറ്റമൊക്കെ ഒന്ന് അടിക്കണം, നമ്മുടെ മുൻഭാഗം റോഡൊക്കെ ഒന്ന് അടിക്കണം എന്നൊക്കെ മനസ്സിലുണ്ടായിരുന്നേ. അപ്പോൾ അത് ഞാൻ ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് റഫീഖ റോഡും മുറ്റവും കഴിച്ച് നല്ല ക്ലീനാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ആ പണിയില്ല. ഞാൻ പഴം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുക്കറിൽ വിസിലടിപ്പിക്കാൻ വേണ്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ആയിക്കോളൂല്ലോ 2 വിസിലടിച്ച് കഴിഞ്ഞാൽ. ഇനി എഗ്ഗും കൂടെ ഒന്ന് പുഴുങ്ങിയിട്ടെടുക്കട്ടെ. അപ്പോൾ അതും കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഒറ്റ വിസിൽ കേട്ടോ. നമുക്കിങ്ങനെ ഫുൾ കുക്കായിട്ടുള്ള എഗ്ഗ് ഇഷ്ടമല്ല. പ്രത്യേകിച്ച് റഫീഖയ്ക്ക് ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ വാട്ടിയ പോലെ അങ്ങനെ ഫുൾ കുക്കാതെ എടുക്കുന്ന സമയത്ത് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. എഗ്ഗ് കഴിച്ചിട്ടൊക്കെ ഗ്യാസൊക്കെ ഉള്ളവർ അങ്ങനെ ഒന്ന് ട്രൈ ആക്കി നോക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് വേണ്ടത്. അപ്പോൾ ഒറ്റ വിസിലിന് എടുക്കാം കേട്ടോ, അത്രേ വേണ്ടുള്ളൂ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് വേറൊന്നും കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് എഗ്ഗും
അതുപോലെ തന്നെ പഴവും ഒക്കെ കഴിക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നല്ല ഫില്ലാവും കേട്ടോ, നല്ല ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ എനിക്ക് കുറച്ച് തിരക്കുള്ള ദിവസം എവിടെയെങ്കിലും പോകാനുണ്ടെങ്കിൽ യാത്രാ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെയാണ് കേട്ടോ. നമുക്ക് നല്ല എളുപ്പമല്ലേ, അത് രണ്ടങ്ങ് വെച്ച് കൊടുത്താൽ അതായിക്കോളും, നമുക്ക് വേറെയുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യുകയും ചെയ്യുക, അങ്ങനെ ഉണ്ടാവില്ല ചില ദിവസങ്ങളിൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഉച്ചയ്ക്ക് എന്തായാലും നമ്മൾ ഹെവി ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ട് ഇവിടെ, അപ്പം അത് വേണ്ടാന്ന് വിചാരിച്ചു. പിന്നെ അതനുസരിച്ചാട്ടോ ഞാൻ കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാ ഇന്ന് കുക്കിംഗ് ചെയ്യുമ്പോൾ എൻ്റെ കിച്ചണിലെ ക്ലീനിങ്ങും കാര്യങ്ങളൊന്നും അതിൻ്റെ കൂടെ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ചില ദിവസം അങ്ങനെയുമാണ് കേട്ടോ. കാര്യം നമുക്ക് തിരക്കിട്ട് നമുക്ക് വേഗം കുക്കിംഗ് ചെയ്യേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ സാധനം തിരിച്ചെടുത്ത് വെക്കുക അങ്ങനത്തെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. പക്ഷേ നമ്മളെ റഫീഖ കൊണ്ടുപോകാനുള്ള ഫുഡായി, നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനത്തെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് റഫീഖാനെ വിട്ടതിന് ശേഷം കിച്ചൺ അങ്ങ് എല്ലാം ഒന്ന് തിരിച്ചെടുത്ത് വെച്ച് അതിൻ്റെ ഇടയിലൂടെ ഞാൻ ചെയ്യും കേട്ടോ. അടുത്ത് ടൈം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ചെയ്യുകയും ചെയ്യും. എടുത്ത് വെച്ച് കിച്ചണൊക്കെ ഒന്ന് തുടച്ചിടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനേ ഉള്ളൂ. ഇനിയിപ്പോൾ റഫീഖാൻ്റെ ലഞ്ച് ഒന്ന് പാത്രത്തിൽ ആക്കട്ടെ. അപ്പോൾ ഈ ലഞ്ച് ബോക്സിൻ്റെ ലിങ്ക് ഞാൻ എപ്പോഴും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ചിലർ പറയുന്നുണ്ട് ഞാൻ പറയുന്നേ ഉള്ളൂ, പക്ഷേ ലിങ്ക് കൊടുക്കാറില്ല എന്ന്. ഞാൻ പറയുന്ന വീഡിയോയിലൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി, അതിലുണ്ടാവും. എൻ്റെ കയ്യിൽ ഉള്ള ഐറ്റംസിൻ്റെ ഒക്കെ ഞാൻ കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു അതുപോലെ തന്നെ ചോറ് ഊറ്റിയില്ലേ ഞാൻ, അത് വെജിറ്റബിൾസൊക്കെ കഴുകാനും ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസൊക്കെ കഴുകാനും പിന്നെ നമ്മൾ ചോറ് ഊറ്റാൻ അങ്ങനത്തേനൊക്കെ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് സിങ്കിലേക്ക് ഇങ്ങനെ ഡയറക്റ്റ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ലതാണ്, ആ ഒരു ക്യാഷിന് നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഈ ലഞ്ച് ബോക്സും അടിപൊളിയാണ്. ഇനി നിങ്ങൾ കുട്ടികൾക്ക് നല്ല പാത്രങ്ങളൊക്കെ ലഞ്ച് ബോക്സും സ്നാക്സ് ബോക്സൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് കേട്ടോ. നല്ലതാണ്. അതിൻ്റെ സൈഡിൽ നിങ്ങൾക്ക് കാണാം ആ ബോക്സിൻ്റെ വാഷറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് കറി ലൂസായിട്ട് നമ്മൾ മോര് കാച്ചിയതൊക്കെ കൊടുത്തയച്ചാൽ കഴിഞ്ഞാലും ഒട്ടും ലീക്കാവാതെ ഇരിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് റഫീഖയ്ക്ക് ചോറ് വെച്ച് കൊടുത്തു, ചിക്കൻ വെച്ച് കൊടുത്തു. ഇനി കറിയും കൂടെ ഒന്ന് ഒരു ചെറിയ അതിലാക്കി കൊടുക്കും. അപ്പോൾ നല്ലതാണ് കേട്ടോ. പിന്നെ സ്റ്റീലാണ്, നമുക്ക് പേടിക്കേണ്ട കാര്യമില്ല. പ്ലാസ്റ്റിക്കും അങ്ങനത്തെ കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പോൾ ഞാനതിൻ്റെ ലിങ്കും കൊടുക്കാം. അപ്പോൾ നമ്മളെ ചോറാക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞു. റഫീഖ കുളിച്ച് കയറിയിട്ടൊന്നുമില്ല കേട്ടോ. ടൈമുണ്ട്, നമുക്ക് വേഗം തന്നെ ഇങ്ങനത്തെ ആയതുകൊണ്ട് എനിക്ക് വേഗം ചെയ്യാൻ വേണ്ടിയിട്ടും പറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് എനിക്ക് ലഞ്ച് വേണമെന്നുണ്ടെങ്കിലും ഞാൻ ഇതങ്ങ് കൂട്ടി അങ്ങ് ഉണ്ടാക്കുക കേട്ടോ ചെയ്യുക. അല്ലാണ്ട് ഇനി വേറൊരു കുക്ക് ചെയ്യുമ്പോൾ എന്തായാലും നമുക്കുള്ളതും കൂടെ അതിലും കൂടെ ഉൾപ്പെടുത്തും. പിന്നെ നമുക്ക് ഇവർ പോയി കഴിഞ്ഞ് വേറെയുള്ള പണീൻ്റെ ഇടയിലൂടെ കുക്ക് ചെയ്യാൻ നിൽക്കണ്ടല്ലോ. അപ്പോൾ എന്തായാലും ചെയ്യുകയാണെങ്കിൽ കുറച്ച് കൂടുതലാക്കിയിട്ട് നമുക്കും കൂടെ അതിൻ്റെ ഉള്ളിലാക്കിയിട്ട് അങ്ങ് ചെയ്യാം കേട്ടോ, ചെയ്യാം. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഈസിയാവും. ചിലരുണ്ട് ഇപ്പോൾ കുട്ടികളെ സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ അവർക്ക് ലഞ്ചും കാര്യങ്ങളൊക്കെ വേണ്ടി വരില്ലേ, അവർക്കൊരു തോരൻ അല്ലെങ്കിൽ ഒരു ചമ്മന്തി അല്ലെങ്കിൽ ഒരു മുട്ട പൊരിച്ചത് ഒക്കെ ആക്കും, ചിക്കൻ പൊരിച്ചതും ഒക്കെ ആക്കും. പക്ഷേ അവർ പോയി കഴിഞ്ഞ് കുട്ടികൾക്കുള്ളതാക്കി അവരെ വിട്ടു എന്നാണ് പറയാം. പക്ഷേ അത് കഴിഞ്ഞിട്ട് ലഞ്ച് പിന്നെ ബാക്കി പണികളാണ്, ലഞ്ചും കാര്യങ്ങളൊക്കെ ആക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ തലേ ദിവസം തന്നെ എന്താ പറയുക, ഉപ്പേരി വെക്കാനൊക്കെ ഉള്ളത് തോരൻ വെക്കാനൊക്കെ ഉള്ളതൊന്ന് കുറച്ച് കൂടുതൽ കട്ട് ചെയ്യുക. അവർക്കുള്ളത് മാത്രമല്ല നമുക്കുള്ളതും കൂടെ അതിൻ്റെ ഉള്ളിൽ ആക്കിയിട്ടെടുക്കുക. എന്നിട്ട് ഒരു ബോക്സിലൊക്കെ ആക്കിയിട്ട് അടച്ച് ഫ്രിഡ്ജിൽ വെക്കണമെന്നില്ല, ഫ്രിഡ്ജില്ലാത്തവർ പുറത്ത് വെച്ചാൽ മതി കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിലില്ലേ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ നമ്മളെ ലഞ്ചും കൂടെ റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ചും കൂടെ ഈസി അല്ലേ. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മളെ കുക്കിങ്ങും കിച്ചണിലെ പണികളൊക്കെ പെട്ടെന്ന് കിച്ചണിലെ പണികൾ തീർത്താൽ തന്നെ ബാക്കിയുള്ള കുറച്ച് പണികളല്ലേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെ നമ്മളെ പണികളൊക്കെ വേഗം തീർക്കാനും കിച്ചണിൽ നിന്ന് വേഗം പോവാനും ഒക്കെ പറ്റൂട്ടോ. ചിലർ പറയലുണ്ട് വൈകുന്നേരം വരെ പണിയാ അല്ലെങ്കിൽ ഉച്ച വരെ പണിയാന്ന് കേട്ടോ. അങ്ങനെയുള്ളവർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെറിയ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ടാവും. അതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ ഡിലേ വരുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കി ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ നമുക്കും നല്ല ഈസിയാകും. നമുക്കും നിന്നുള്ള കാലുകാഴ്ചൽ ക്ഷീണം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ കുറച്ച് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും കുട്ടികൾ വരും. അപ്പോൾ പിന്നെയും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാക്കണം, ഓരോന്ന് ചെയ്തു കൊടുക്കണം, അവർക്ക് ഓരോന്ന് ചെയ്തു കൊടുക്കണം, വീട്ടിലുള്ളവർക്ക് ഓരോന്ന് ചെയ്ത് കൊടുക്കണം. നമ്മളെ കാര്യങ്ങൾ എല്ലാം ഇങ്ങനെ നമ്മൾ ചെയ്ത് നമ്മളില്ലാണ്ടായിപ്പോവും. അപ്പോൾ അതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് എല്ലാം എളുപ്പത്തിലൊന്നാക്കുന്ന രീതിയിലൊന്ന് ചെയ്തെടുക്കട്ടെ. ചെറിയൊരു കാര്യമാണ്, നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ നിങ്ങളെ സാഹചര്യത്തിനനുസരിച്ച് നിങ്ങൾ ചെയ്തെടുക്കാം. അപ്പം നമ്മളെ ബ്രേക്ക്ഫാസ്റ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അതിനിടയിൽ അതൊക്കെ വിസിലടിക്കലും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഇനി റഫീഖയ്ക്കുള്ള ഒക്കെ ഒന്ന് കൊടുക്കട്ടെ.
എഗ്ഗ് ഇതാ ഞാൻ കംപ്ലീറ്റ് പൊളിക്കാത്തത്, അത് ഞാൻ പറഞ്ഞില്ലേ ഫുൾ കുക്കല്ല. അപ്പോൾ ജസ്റ്റ് ഒന്നിങ്ങനെ ഓപ്പൺ ആക്കി കൊടുക്കും, പിന്നെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ കോരിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. ആദ്യം നമ്മൾ ഫുൾ വേവിക്കുമായിരുന്നു, പക്ഷേ ഇപ്പം എനിക്ക് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. ഒരു ഫുള്ളാവാതെ ഫുൾ കുക്കാവാത്ത എഗ്ഗ് കഴിക്കാനാണ് കേട്ടോ ഇഷ്ടം. പിന്നെ നമ്മൾ കോഴിക്കോടേക്ക് പോയപ്പോൾ ചിലർക്ക് ഇനി പറയും, ജംഷി കോഴിക്കോട് വരെ വന്നിട്ട് വന്നില്ല വിളിച്ചില്ല എന്നൊക്കെ പറയും. ഒരു കാര്യം എനിക്ക് ആരെയും ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും അറിയില്ല. പിന്നെ നമുക്ക് റഫീഖാൻ ഡ്യൂട്ടി സംബന്ധമായിട്ടുള്ള കാര്യത്തിനും പിന്നെ ഒന്ന് രണ്ട് വേറുള്ള കാര്യം ഒക്കെ ആയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. നമ്മൾ ഒട്ടും ടൈം നമുക്കവിടെ എക്സ്ട്രാ ഒരു ടൈം നമുക്ക് കിട്ടുകയില്ല. അതും കൂടിയാണ് കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന ടൈമിൽ ഞാൻ വീഡിയോയിൽ പറയണം. അതെപ്പോഴെങ്കിലും നമുക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ. എന്നിട്ടൊരു ചെറിയൊരു പറ്റുന്നവർ വരുന്ന രീതിയിൽ അങ്ങനെ നമുക്കൊന്ന് മീറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയിൽ. അത് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ പറയട്ടെ. അങ്ങനെ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. ഏതെങ്കിലും ഒരു സ്പോട്ട് പറഞ്ഞിട്ട് ഇന്ന ദിവസം നമ്മൾ അവിടെ ഉണ്ടാവും, ഇന്ന ടൈമിൽ നമ്മൾ അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് വരാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് നോക്കാം കേട്ടോ, പറ്റുന്നവർ. അപ്പോൾ ഇതൊരു കോട്ടൺ ചുരിദാറാണ് കേട്ടോ. ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയതാണ്, പക്ഷെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് കോട്ടനാണ്, നല്ല പ്യൂർ കോട്ടൺ. സ്ലീവൊക്കെ നോക്ക്, നല്ല ഫുൾ സ്ലീവാണ്. ഇതിനേക്കാൾ ഫുൾ ഇനി ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ എക്സൽ ആട്ടോ സൈസ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെ പ്രിൻ്റായിട്ട് വരുന്നത്, നല്ല ഓവർ ഫ്ലെയർ അല്ല, നല്ല അടിപൊളി ഫ്ലെയർ. നമുക്ക് ഈ ചൂടിനും തണുപ്പിനൊക്കെ ഇടാൻ കോട്ടൺ അടിപൊളിയല്ലേ. അപ്പോൾ നല്ലതാണ് കേട്ടോ. നമുക്ക് വീട്ടിൽ യൂസ് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പുറത്ത് പോയിട്ട് അവിടെ പോകുക, അങ്ങനത്തെ ഹോസ്പിറ്റലിൽ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ നമുക്ക് ഇടാൻ പറ്റുന്നതാണ്, പുറത്തേക്കും ഇടാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു ചുരിദാർ കേട്ടോ. അതിൻ്റെ പാൻറ്റൊക്കെ ഇത് കണ്ടോ, നല്ല ലൂസ് പാൻറ്റാണ് വരുന്നത്, നല്ല രസമുണ്ട് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ കിട്ടുകയാണെങ്കിൽ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കിക്കോ. അടിപൊളിയാണ് കേട്ടോ. നമ്മൾ ശരിക്കും ഇങ്ങനെ മര്യാദക്ക് നമുക്ക് പുറത്ത് പോകുന്ന രീതിയിലൊക്കെ ഇങ്ങനെ ഒരുങ്ങുന്ന സമയത്ത് നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഭയങ്കര കംഫർട്ടബിളാണ് കേട്ടോ ഇടാൻ, അത് വേറൊരു കാര്യം. എന്താ എന്താ പറഞ്ഞേ? ഞാൻ പറഞ്ഞില്ലേ നമ്മളെ മുന്നത്തെ വീട്ടിൽ നമ്മളെ വീട്ടിലത്തെ ഫങ്ഷൻ പോലെ തന്നെയാണ് കേട്ടോ ശരിക്കും. അപ്പം അവിടെ പന്തൽ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നടക്കുന്നത്. പന്തൽ ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നേ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ റഫീഖക്ക് വരാൻ പറ്റില്ല എന്ന് പറഞ്ഞില്ല, അപ്പോൾ റഫീഖ് ജസ്റ്റ് ഒന്ന് അവിടെ കയറിയതാണ് കേട്ടോ. ഇപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമ്മൾ വന്ന സമയത്ത് നല്ല മുറ്റത്ത് നല്ല ചപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിനെ. അപ്പോൾ ഇതൊക്കെ അടിച്ചു കയറി നല്ല ക്ലീൻ ആയിട്ടുണ്ട്. ഇനി എനിക്ക് ആ പണിയില്ല. ഓരോ നീക്കങ്ങളും വ്ളോഗാണ്. അങ്ങനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഒരു ടിപ്പാണ്. ഹെൽമെറ്റ് ഇട്ടിട്ട് തലയിൽ മുടി പോകാണ്ടിരിക്കാൻ, ഉള്ളത് ഇനി പോവാണ്ടിരിക്കാൻ, അങ്ങനല്ലേ പറയണ്ടേ? ഇത്രയും കാലം പോയി, ബാക്കിയുള്ളത് സംരക്ഷിക്കാൻ. ഞാനൊന്ന് എൻ്റെ കുറച്ച് പണികളൊക്കെ ഉണ്ട്, എന്നാലും അതിൻ്റെ മുമ്പ് അവിടെ ഒന്ന് കയറിയിട്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാം, പക്ഷേ എന്തെങ്കിലും നമ്മൾ വീട്ടിൽ വെജിറ്റേറിയൻസ് ഉള്ള അങ്ങനത്തെ എന്തെങ്കിലും സാധാ ഫുഡൊക്കെ ആക്കൂലേ, വെറും ചോറ് കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ നോക്കിയിട്ട് വരാമെന്ന് വിചാരിച്ചു.
നല്ല അടിപൊളി ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അനീഷൻ്റെ അനിയത്തി ഉണ്ടാക്കിയതാണ്. നല്ല ഉണ്ണിയപ്പായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മളിപ്പം നോമ്പിന് നോമ്പിനല്ല പെരുന്നാളിലൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ സംഭവം കഴിക്കുന്നില്ലല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാം, അല്ലാത്തൊരു ടേസ്റ്റ് ഉണ്ടായി, ഒരു ഇഷ്ടമുണ്ടായി ഉണ്ണിയപ്പത്തിനോട്. ഇനി നമുക്ക് ഷാനുവിൻ്റെ ഡ്രസ്സൊക്കെ കാണാം. അപ്പം ഞാൻ പോകുന്നതിൻ്റെ മുമ്പ് കാണാൻ വന്നപ്പോൾ ഡ്രസ്സ് ഒന്ന് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി ഒന്ന് റെഡിയാക്കി ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് ഡ്രസ്സ് കാണലാണല്ലോ മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അത് കാണാമെന്ന് വിചാരിച്ചു. അത് മറ്റേത് ബ്ലൂ അല്ല, ഇത് അത് ബ്ലൂ അല്ല, അത് പർപ്പിൾ. പക്ഷെ അറിയുന്നില്ല. ബ്ലൂ ആണ് കൊണ്ടുപോയത്. അപ്പൊ പിന്നെ പർപ്പിൾ ഇട്ടൊക്കെ കുഴപ്പമില്ല. ഇതിൽ വെക്ക്. ഹാൻഡ് സെറ്റ് വാങ്ങിയതാ. വാങ്ങിയോ? എന്നാ പിന്നെ എടുത്തോട്ടെ. ഹാൻഡ് സെറ്റ് വെക്ക്. ഭയങ്കരമായി പോയോ? ഇല്ല, ഇത് വേണം. കമ്മലേതാ? ചെറുത് സിമ്പിളാ, കുഴപ്പമില്ല. ഇതിന്റെ തന്നെ ഇത്ര മതി, കാരണം ചുരിദാർ ഹെവിയാണ്. ചുരിദാർ ഹെവിയാ മൊത്തത്തിൽ. മൈലാഞ്ചി അങ്ങനെ കാണിക്കാം. ഇനി എൻ്റെ പെരുന്നാൾക്ക് ഇവള് പോയാൽ ആരാ മൈലാഞ്ചി തരാന്ന് എനിക്ക് ഒരു പിടിയില്ല കേട്ടോ. ഹലോ, വാലേക്കും അസ്സലാം. ചായ കുടിക്കാൻ പറ്റില്ല, ഞാൻ എന്നെ വിളിക്കാം. ഫോൺ എടുത്തപ്പോഴാണ് കറക്റ്റ് ടൈം. അപ്പോൾ അതിന് ശേഷം ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇനിയിപ്പോൾ വേഗം ഒന്ന് അടിച്ച് വരിക, അങ്ങനത്തെ കുറച്ച് നമ്മൾ പോയതല്ലേ, അപ്പോൾ അതിൻ്റെ ഇതൊക്കെ ഒന്ന് എടുത്തു വെക്കാനും അങ്ങനെയൊക്കെ ഉണ്ട്. അതിന് ശേഷം വേഗം അങ്ങോട്ടേക്ക് തന്നെ പോകണം. ഒന്ന് ഫ്രഷാക്കി ചെയ്തിട്ട് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് വേഗം കാര്യങ്ങളൊക്കെ നോക്കട്ടെ കേട്ടോ. ഇത് കണ്ടില്ലേ, നമ്മൾ യാത്ര പോകുമ്പോൾ കൊണ്ടുപോയതും ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതിൽ നിന്ന് എടുത്ത് വെക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് അലക്കാനുള്ളതൊക്കെ ഒന്ന് മാറ്റി അതൊക്കെ ചെയ്യുകയാണ് കേട്ടോ. അപ്പം കൈയോടെ തന്നെ അങ്ങ് അലക്കിടട്ടെ എന്ന് വിചാരിച്ചു. കുറേയൊന്നുമില്ല, കുറച്ച് നല്ല ഡ്രസ്സുകളാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുപോയിട്ട് ബാസ്ക്കറ്റിൽ ഇടണ്ടെന്ന് വിചാരിച്ചു. വേഗം അലക്കാനുള്ളതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു ചെറിയ യാത്രയായാലും ഒരു ദിവസത്തിന് പോയാലും ഇപ്പോൾ സ്റ്റേ അല്ലെങ്കിലും കൂടിയിട്ട് നമ്മൾ നല്ല ഡ്രസ്സ് കൊണ്ടുപോകും കേട്ടോ. 2-3 ഡ്രസ്സ് എന്തായാലും കയ്യിൽ പിടിക്കും, ട്രോളിയിലാക്കിയിട്ട് കയ്യിൽ വെക്കും. അപ്പോൾ എൻ്റെ ഒരു ഇതങ്ങനെയാണ്, ഒരു ബെഡ്ഷീറ്റ് അങ്ങനത്തെ എല്ലാം വെക്കലുണ്ട്. കാര്യം നമുക്ക് എന്താണ് നമ്മളെ സാഹചര്യം, എന്താണ് വരാൻ പറ്റിയില്ലെങ്കിലോ, അല്ലെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടാളെന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പം തോന്നുന്നതാണ് അവിടെ നിന്ന് വേറെ എവിടേക്കെങ്കിലും പോകാൻ തോന്നും, അല്ലെങ്കിൽ എവിടെയെങ്കിലും സ്റ്റേ ചെയ്യാൻ തോന്നും. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചിലപ്പം വരാനും തോന്നും. അപ്പോൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പേടിയില്ലല്ലോ. ഇത് കണ്ടോ, റഫീഖാൻ്റെ ഡ്രസ്സൊക്കെ എടുക്കാത്ത ഡ്രസ്സാണ് കേട്ടോ, ഇത് എടുത്തത് വേറെയുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് തിരിച്ച് അലമാരയിലേക്ക് തന്നെ കൊണ്ടുവെക്കണം. അതൊക്കെ ഒന്ന് എടുത്ത് അവിടെയൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചു. ഇനിയൊന്ന് അടിച്ചു വാരലും ഒക്കെ ഒന്ന് ചെയ്യട്ടോ. ഇന്ന് തുടക്കുന്നൊന്നുമില്ല, ജസ്റ്റ് കുറേ സമയമാവട്ടെ. അലക്കൽ എനിക്കിന്ന് നിർബന്ധം, പുതിയ ഡ്രസ്സൊക്കെ ആയതുകൊണ്ട്. അതുകൊണ്ട് തന്നെ മൊത്തം ഒന്ന് അടിച്ചു വാരി ക്ലീൻ ആക്കിയിട്ടെ, ഒതുക്കി പെറുക്കി വെച്ചിട്ട്. പിന്നെ അലക്കാനുള്ളത് ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ, കല്ലിൽ അലക്കാനുള്ളത്. കാരണം പുതിയ ഡ്രസ്സുകളല്ലേ, എൻ്റെയും റഫീഖാൻ്റെയും നല്ല ഡ്രസ്സുകളാട്ടോ. അപ്പോൾ അതുകൊണ്ട് വാവ വന്നിട്ടുണ്ട് കേട്ടോ. റഫീഖ ഓട്ടോ പറഞ്ഞയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വാവ വന്നു. ഇത് ഞാൻ മേലെ കയറിയ സമയത്ത്, മേലെ അടിച്ചു വരാൻ കയറിയ സമയത്ത് കണ്ടതാണ് കേട്ടോ. കുട്ടികളെ നമ്മളെ ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ ഉള്ളിൽ കണ്ടോ, പൂളിൽ കളിക്കുന്നത് കണ്ടോ. ഇത് മതിൽ ചാടി കയറുന്നത് കേട്ടോ ഇവർ. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഇവരങ്ങനെ നീന്തി തിമിർക്കുകയാണ്, ട്യൂബെല്ലാം ഇട്ടിട്ട്. അതിൽ നല്ല സുഖമുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഈ വെയിലുള്ള സമയത്തും ഇവർക്ക് അറിയില്ലല്ലോ, നല്ല വെയിലുണ്ട് കേട്ടോ. പക്ഷേ അതൊന്നും വകവെക്കാതെയാണ് ഈ നീന്തലും കാര്യങ്ങളൊക്കെ. ആ പൂളിലിങ്ങനെ വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ നല്ല രസമാട്ടോ കാണാൻ. പിന്നെ ഒരു ആകാശവും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് ഞാൻ എപ്പോഴും ആറിടാനാണ് നമ്മളധികം ഇങ്ങോട്ടേക്ക് വരിക, അടിച്ചു വാരാനൊക്കെ. ആ ഒരു സമയത്ത് ഒരു 5 മിനിറ്റ് ഞാൻ അവിടെ നോക്കി നിൽക്കും കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അകം അടിച്ചു വാരലും ഒതുക്കിപ്പെറുക്കലും എല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ ഞാൻ അലക്കാൻ കുറച്ച് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് അലക്കി ഇട്ടു. ഇനി ആറിയിടട്ടെ. ഇതിന്ന് അലക്കാണ്ട് വെക്കാം, പക്ഷെ നാളെ ഇരട്ടിപ്പണിയാവും കേട്ടോ. നാളെ എനിക്ക് തുടക്കാനെല്ലാം ഉണ്ട്. കാര്യം നമ്മൾ പോയതല്ലേ, അപ്പോൾ പിന്നെ എനിക്ക് ഇനി മൊത്തത്തിലൊന്ന് തുടച്ചാലാണ് കേട്ടോ. ഒരു പൊടിയില്ല, പക്ഷെ നമുക്കിങ്ങനെ തോന്നുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്നൊരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ നാളെ തുടക്കണമെങ്കിൽ ഇന്ന് അലക്കി തീർക്കാമെന്ന് വിചാരിച്ചുകൊണ്ടാണ് കേട്ടോ അലക്കിയത്. ഇപ്പോൾ ആറിട്ടത് നമ്മൾ പോകുന്നതിന് മുമ്പ് ആറിട്ടതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ടൊന്ന് മടക്കി വെക്കട്ടെ. എന്നിട്ട് ബാക്കിയുള്ളത്
ആറിടലും അങ്ങനത്തെ എല്ലാം കഴിഞ്ഞ് ഈ ഒരു എന്താ പറയുക മടക്കി വെക്കാൻ കൊണ്ടുവന്നില്ലേ ആറിട്ടത് ഉണങ്ങിയത് കയ്യോടെ തന്നെ അങ്ങ് മടക്കി വെക്കൂട്ടോ ഞാൻ, ഇല്ലെങ്കിൽ അവിടെ ഇരിക്കുകയാണ് ചെയ്യുക കേട്ടോ. വൈകുന്നേരം ചെയ്യാറുണ്ട്, വൈകുന്നേരം വേറെ എന്തെങ്കിലും പണി ഉണ്ടാവുകയെ. അപ്പം അതിന് ശേഷം പ്ലാന്റൊക്കെ ഒന്ന് നനക്കാനും ഒന്ന് നോക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഹാള് ജസ്റ്റ് ഒന്നും കൂടെ ഒന്ന് തട്ടിയതാണ് കേട്ടോ, ഒന്ന് അടിച്ചതാണ്. ആ ഒരു ചെടീൻ്റെ അടിയിൽ നമ്മൾ ഇല്ലാതിരിക്കുമ്പോൾ ഇങ്ങനെ ഉറുമ്പ് കാര്യങ്ങളൊക്കെ ആ ഒരു ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തട്ടി അടിച്ചതാണ് കേട്ടോ. അതിന് ശേഷം ദാ എൻ്റെ കുളിയും ഫ്രഷാലൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. എന്തിരി ആ മതി, എന്നാലും ഉണ്ട്. ഷാനു അറിയോയെന്ന് ചോദിച്ചത് ഷാനുവിന് അറിയോ, അതായത് ഞാൻ പറയാണ്ടിരുന്ന ഷാനുവിന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയോ എന്നാണ് കേട്ടോ ചോദിച്ചത്. ഞാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ തന്നെ എല്ലാവർക്കും അറിയാം, എൻ്റെ വ്യൂസിനെല്ലാം അറിയാമെന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ വീഡിയോ ആണ് കേട്ടോ ഉണ്ട്. ഇപ്പോഴത്തെ എൻഗേജ്മെൻറ്റ് കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഫോട്ടോസിനാണ് ശരിക്കും ഇമ്പോർട്ടൻസ് ഇല്ലേ, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. നമ്മളൊക്കെ ടൈമിൽ അങ്ങനെയൊന്നല്ല. ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഡേ അങ്ങോട്ട് അടിപൊളിയാക്കും, എൻജോയ് ചെയ്യും, ഫോട്ടോ കുറച്ചൊക്കെ അതിൻ്റെ സൈഡിലൂടെ അങ്ങ് എടുക്കുന്നുണ്ടാവും. ഇപ്പം അങ്ങനെയല്ലല്ലോ, ഇപ്പം എല്ലാം ഫോട്ടോന് ഫോക്കസ് ചെയ്തിട്ടാണല്ലേ കാര്യങ്ങളൊക്കെ, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും. ഇത് അവരെ ഫാമിലിയാണ് കേട്ടോ, അതായത് ഷാനുവിൻ്റെ ഫാമിലിയും അതുപോലെ തന്നെ ചെക്കൻ്റെ ഫാമിലിയുമാണേ. ഇനിയിപ്പോൾ അന്നത്തെ കുറച്ച് ചടങ്ങും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ, ഗിഫ്റ്റ് കൊടുക്കുക അങ്ങനെയൊക്കെ, ചെക്കൻ്റെ ആളുകളൊക്കെ ഗിഫ്റ്റ് കൊടുക്കൂലേ, അതൊക്കെയാണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നുപോലെ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റാക്കി അറിയിക്കാനും എന്തായാലും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരോടും താങ്ക്സ് ഫോർ വാച്ചിങ്.